തുഫലി നമ്മുടെ ഈ ദൃശ്യമാധ്യമങ്ങളിൽ പ്രത്യേകിച്ച് വാർത്താ മാധ്യമങ്ങൾ മുമ്പൊന്നും ഇല്ലാത്ത രീതിയിൽ വാർത്തകളുടെ പിറകെ വളരെ മത്സരബുദ്ധിയോടെ പോകുന്നുണ്ട്. അതിന് ഈ മത്സരബുദ്ധിയോടെ പോകുന്നതിന് പിന്നിലെ രഹസ്യവും ആൾക്കാർ കാണാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ കാണുന്നതിന് മാർക്കിടുന്ന ഒരു സംഭവം ഇപ്പോൾ വന്നിട്ടുണ്ട്. എത്ര പേർ കണ്ടു എന്നുള്ളത്. മുമ്പ് അത് ടാമായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് ബാർക്കായി. അപ്പോൾ അങ്ങനെ മലയാളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ രണ്ട് മാധ്യമങ്ങൾ തമ്മിൽ ഈ ബാർക്ക് റേറ്റിങ്ങിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ട് ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു മുഖ്യധാരാ മാധ്യമം വിഷ്വൽ മീഡിയ, ഞാൻ പേര് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ഏതായാലും അല്ലെങ്കിൽ പേര് പറയാം, നമ്മൾ മറ്റ് മേധാവികളുടെ പേരിലേക്ക് നമ്മൾ കടക്കുന്നില്ല. റിപ്പോർട്ടർ ചാനലിനെതിരെ ഈ പറയുന്ന പോലെ 24 ന്യൂസ് ഒരു പരാതിയായിട്ട് വന്നിട്ടുണ്ട്. 24 ന്യൂസിൻ്റെ പരാതി എന്ന് പറയുന്നത് ബാർക്കിൻ്റെ റേറ്റിങ്ങുമായി ബന്ധപ്പെട്ട് അവരുടെ കേരളമായ മേധാവി ബാർക്കിലെ സീനിയർ മാനേജർ പ്രേംനാഥിനെ റിപ്പോർട്ടർ ഉടമ കൈക്കൂലി കൊടുക്കാൻ ശ്രമിച്ചുവെന്നും കൈക്കൂലി കൊടുത്ത് സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്നും ബാർക്ക് റേറ്റിങ്ങിൽ 24നെ 4ാം സ്ഥാനമാക്കി കാണിക്കണമെന്നും പറഞ്ഞു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത് 24ഉം വേറെ ചില മുഖ്യധാരാ മാധ്യമങ്ങളും മീഡിയ വൺ പോലുള്ള ചാനലുകൾ അത് പുറത്തു വിട്ടിട്ടുണ്ട്. എന്താണ് ഇതിനെക്കുറിച്ച് കേൾക്കുന്ന ബാക്കി ഡീറ്റെയിൽസുകളൊക്കെ? അയ്യപ്പേട്ട, ആദ്യം ബാർക്ക് എന്താണെന്ന് പറയാം. നമ്മളൊരു കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പ് ഡിസ്കസ് ചെയ്യുന്നത് ബ്രോഡ്കാസ്റ്റ് ഓഡിയൻസ് റിസർച്ച് കൗൺസിൽ എന്നാണ് ബാർക്കിൻ്റെ പൂർണ്ണരൂപം. അതായത് രാജ്യത്തെ ടെലിവിഷൻ ചാനലുകളുടെ എത്ര പേർ കാണുന്നു, അതിനനുസരിച്ച് ബാർക്കിന്റെ വ്യൂസിനനുസരിച്ചാണ് പൊതുവെ പരസ്യ വരുമാനം ഡിവൈഡ് ചെയ്യുന്നത്. അത് നാഷണൽ ക്ലയൻസിനൊക്കെ അങ്ങനെ പറയുന്നത്. അതായത് പ്രതിവർഷം 50,000 കോടി രൂപയുടെ പരസ്യ ഇടപാടുകൾ നിയന്ത്രിക്കുന്നതിൽ ബാർക്കിന് പങ്കുണ്ട്. 50,000 കോടി ഒരു വർഷം. അത് മലയാളം ചാനൽ, റീജിയണൽ ചാനലുകൾ മാത്രമല്ല, നാഷണൽ ചാനൽ എല്ലാം പെടും അതിൽ. ഇപ്പോൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, 4-5 ദിവസങ്ങൾക്ക് മുമ്പ് 24 ചാനൽ വാർത്ത പുറത്തുവിട്ടിരുന്നു. അതായത് ക്രിപ്റ്റോ കറൻസി ഇടപാട്, പിന്നെ പറയുന്നു ലാൻഡിംഗ് ചാനല് വരുത്തിയും ബാർക്കിനെതിരെ ഗുരുതരമായ പരാതികളാണ് ഈ 24 ചാനൽ പുറത്തുവിട്ടത്. അതിൽ പറയുന്നത് മറ്റേ ക്രിപ്റ്റോ ആദ്യം ലാൻഡിംഗ് ചാനൽ എന്താണെന്നോ അറിയാവോ? അയ്യപ്പേട്ടൻ അറിയാവോ? ലാൻഡിംഗ് ചാനൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഫോർ എക്സാമ്പിൾ അയ്യപ്പദാസേട്ടൻ്റെ വീട്ടിൽ TV കേബിൾ കണക്ഷൻ ഒന്ന് സങ്കല്പിക്കാം. അത് കേരള വിഷൻ ആണെന്ന് സങ്കല്പിക്കാം. ഞാനൊരു ഉദാഹരണം പറയാണ്. ഇപ്പൊ കേരള വിഷനിൽ ചേട്ടൻ്റെ വീട്ടിലെ TV ഓൺ ചെയ്യുന്ന സമയത്ത് ആദ്യം വരുന്ന ചാനൽ ഇപ്പൊ നിലവിൽ റിപ്പോർട്ട് ചെയ്യുക. ഇപ്പൊ പുതിയതനുസരിച്ച് കഴിഞ്ഞ ഈ അടുത്ത് വരെയും ACBയിൽ ആദ്യം വാർത്ത മീൻസ് ചാനൽ ഓൺ ആക്കുമ്പോൾ ആദ്യം കിട്ടുന്നത് ഏഷ്യാൻ ന്യൂസ് ആയിരുന്നു. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഇപ്പൊ മനോരമ ന്യൂസായിട്ട് മാറി. ആ ലാൻഡിംഗ് ആക്കി കിട്ടണമെങ്കിൽ കോടികൾ കൊടുക്കണം. അതിന് കൃത്യമായ ഷെഡ്യൂൾ ഉണ്ടാക്കി വെക്കാം. അതല്ല ഓരോ വർഷത്തൊക്കെ ചെയ്യുന്നത്. ഇപ്പൊ ഒരു വർഷത്തിലധികമായിട്ട് കേരള വിഷന്റെ ചാനൽ ഓൺ ആക്കുമ്പോൾ 18 വരുന്നത് റിപ്പോർട്ടർ TV ആണ്. ഇപ്പൊ രണ്ടാമതിലേക്ക് പോകുമ്പോൾ ഈ അടുത്ത് വരെ 24 ആയിരുന്നു, ഇപ്പൊ അത് ഏഷ്യാൻ ന്യൂസ് ആയി. അതായത് ഇപ്പൊ നമ്മൾ റിമോട്ട് ക്ലിക്ക് ചെയ്ത് വേറെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ 18 ഇപ്പൊ റിപ്പോർട്ടർ TV ആണെങ്കിൽ 19 ഞെക്കിയാലും പോകുന്നത് ഇപ്പൊ ഏഷ്യാൻ ന്യൂസ് ആണ്, കേരള വിഷനിൽ പോകുന്നത്. അതൊരു സെക്കൻഡ് ലാൻഡിംഗ് ചാനൽ എന്നാണ് പറയുന്നത്. അതായത് ഈ ലാൻഡിംഗ് ചാനലിനെ കരസ്ഥമാക്കണമെങ്കിൽ കോടികൾ അറിയണം. അതിന്റെ കൃത്യമായ അവർക്ക് കൊട്ടുള്ളൂ. ഇപ്പൊ നിലവിൽ കേരള വിഷന് 60 ലക്ഷത്തോളം കേബിൾ കണക്ഷൻ 60 ലക്ഷത്തിൽ ഉണ്ടെന്നാണ് അവർ അവകാശപ്പെടുന്നത്. കൃത്യമായിട്ട് എനിക്കറിയില്ല, അവരുടെ അവകാശവാദമാണ്. ഇനി നമുക്ക് ഈ വിഷയത്തിലേക്ക് വന്നാൽ 24 ചാനലിലെ വാർത്താ വിഭാഗത്തിലുള്ള ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഒരു അദ്ദേഹം ആണ് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ടർ ചാനൽ ഉടമക്കെതിരെയും ബാർക്ക് മാനേജർക്കെതിരെയും കളമശ്ശേരി പോലീസ് കേസെടുത്തിട്ടുണ്ട്. ബാർക്കിന്റെ സീനിയർ മാനേജർ പ്രേംനാഥ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് പുറത്തുവിട്ടുണ്ട്. റിപ്പോർട്ടർ ചാനൽ ഉടമയുടെ പേര് പറഞ്ഞിട്ടില്ല. അതിൽ FIR പറയുന്നത് ഓണർ റിപ്പോർട്ടർ TV എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിപ്പോ ആരാണ് പേര് ഊഹിക്കാം ആരാണെന്ന്, പക്ഷെ പേര് പറയുന്നത് ശരിയല്ല, കാരണം FIR അല്ല. അതിൽ പറയുന്നത് പിന്നെ ചാനൽ ഉടമയ്ക്കെതിരെ അവര് ഇന്ത്യൻ പീനൽ കോഡ് ഭാരതീയ ന്യായസംഹിത 316/2 അതിൻ്റെ അത് ക്രിമിനൽ വിശ്വാസ ലംഘനമാണ് അതിൽപ്പെടുന്നത്. പിന്നെ 318/4 അതായത് വഞ്ചനയിലൂടെ സത്യസന്ധത ഇല്ലാത്ത സ്വത്ത് കൈമാറാൻ പ്രേരിപ്പിക്കുകയോ വിലപ്പെട്ട ഒരു സെക്യൂരിറ്റി നിർമ്മിക്കുകയോ മാറ്റുകയോ നശിപ്പിക്കുകയോ ചെയ്യുന്ന വഞ്ചന. അടുത്തത് 340/2 ഭാരതീയ ന്യായ സംഹിതയിലെ വ്യാജരേഖയോ ഇലക്ട്രോണിക് രേഖയോ യഥാർത്ഥമായി ഉപയോഗിക്കുന്നത്. അതായത് കേരളത്തിൽ ഇത്തരത്തിലുള്ള ബാർക്ക് റേറ്റിംഗിൽ തിരിമറി നടത്തി എന്ന പരാതിയുമായി 24
ചാനലിന്റെ മേധാവിയായ ആർ ശ്രീകണ്ഠൻ നായർ DGPക്ക് റവാഡ ചന്ദ്രശേഖറിന് കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് പരാതി കൊടുത്തിരുന്നു. ആ പരാതിയുടെ പകർപ്പൊക്കെ അവർ പുറത്തുവിട്ടിരുന്നു. അപ്പൊ അതിൽ പറയുന്നുണ്ട്, നിലവിൽ ഇപ്പൊ കുറച്ച് കാലങ്ങളായിട്ട് 1ാം സ്ഥാനം നിലനിൽക്കുന്നത് ഏഷ്യാനെറ്റ് ന്യൂസ് ആണ്, 2ാം സ്ഥാനം റിപ്പോർട്ടർ TV ആണ്, 3ാം സ്ഥാനം 24 ആണ്. അപ്പൊ 24 ചാനലിനെ 4ാം സ്ഥാനത്തേക്ക് പിന്തള്ളണമെന്ന് വന്ന് റിപ്പോർട്ട് 2ാം സ്ഥാനത്തുള്ള ചാനൽ ആവശ്യപ്പെടുന്നതാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇതൊക്കെ പരാതികളും ആരോപണങ്ങളാണ്. ഇപ്പൊ പുറത്തേക്ക് വന്ന കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അതിൽ ഇപ്പൊ നിലവിൽ ഇപ്പൊ കുറച്ചു കാലമായിട്ട് 1ാം സ്ഥാനം ഏഷ്യാനെറ്റ്, 2ാം സ്ഥാനം റിപ്പോർട്ടർ, 3ാം സ്ഥാനം 24 ഇങ്ങനെയാണ് നിൽക്കുന്നത്. പിന്നെ 4ാം സ്ഥാനത്ത് മനോരമ, 5ാം സ്ഥാനം മാതൃഭൂമി, ഇങ്ങനെയാണ് പോകുന്നത്. അപ്പൊ ഇവര് പറയുന്നത് പൈസ കൊടുത്ത് ഇവരുടെ റേറ്റ് താഴേക്ക് കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ കഴിഞ്ഞ വ്യാഴാഴ്ച വന്ന റേറ്റിംഗ് നമ്മൾ പറയുന്നത് ഈ വരാൻ പോകുന്ന റേറ്റിംഗിൽ 24 4ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുമെന്നാണ് അന്ന് ദിവസങ്ങൾക്ക് മുമ്പ് 24 അവർ ഈ വാർത്ത പുറത്തുവിട്ടുകൊണ്ട് പറഞ്ഞത്. പക്ഷെ അന്ന് വ്യാഴാഴ്ച വന്ന ബാർക്കിന്റെ റേറ്റിംഗിലും 24 3ാം സ്ഥാനത്ത് തന്നെയായിരുന്നു. അവരുടെ ടോട്ടൽ പോയിന്റിൽ വേരിയേഷൻ ഉണ്ട്. കാരണം 3ാം സ്ഥാനത്തേക്കുന്ന 24 4ാം സ്ഥാനത്തേക്കുന്ന മനോരമയും തമ്മിൽ ചെറിയ അന്തരം മാത്രമേ ഉള്ളൂ. അപ്പൊ ഒരു കൃത്രിമം നടന്നു കാണാൻ സാധ്യതയുണ്ട്. കാരണം മുമ്പ് 2ാം സ്ഥാനത്തുള്ള റിപ്പോർട്ടറും 3ാം സ്ഥാനത്തുള്ള 24 തമ്മിൽ ഒരു 20-25 ആണെങ്കിൽ ഇതിപ്പോ നല്ല അന്തരം വന്നിട്ടുണ്ട്. അപ്പൊ എന്തോ നടക്കാൻ സാധിക്കും. കാരണം ഒന്നാമത്തെ കാര്യം, ഈ ബാർക്ക് എന്ന് പറയുന്നത് തന്നെ അത്ര ഒരു ആധികാരികമായോ ഒരു വിശ്വാസ്യതയുള്ള ഒരു ഏജൻസി അല്ല. കാരണം ഇപ്പൊ കേരളത്തിൽ തന്നെ 1500 മീറ്ററോ അല്ലെങ്കിൽ 2000 മീറ്ററിൽ താഴെ കേരളത്തിലുള്ളൂ. 80 ലക്ഷത്തിലധികം കേരളത്തിൽ ടെലിവിഷൻ സെറ്റുകൾ ഉണ്ടെന്നാണ് കണക്ക്, ഇത് പുറത്തുവരുന്ന കണക്കുകൾ. അപ്പൊ ഈ ഇപ്പൊ പൊതുവെ ഈ ബാർക്കിന്റെ മെഷീൻ തന്നെ ഉള്ളത് ഈ നഗര കേന്ദ്രീകൃതമായ ഫ്ലാറ്റുകളിൽ, ഫോർ എക്സാമ്പിൾ കൊച്ചി വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ തിരുവനന്തപുരം. ഇപ്പൊ വടക്കൻ കേരളത്തിലൊന്നും, അതായത് തൃശ്ശൂർ മുതൽ അല്ലെങ്കിൽ എറണാകുളത്തിനും വടക്കോട്ടുള്ള കാസർഗോഡുള്ള ജില്ലകളിലൊന്നും ബാർക്കിന്റെ മെഷീൻസുകൾ ഇല്ലെന്നാണ് നഗരങ്ങളിൽ മാത്രമേ. ഇപ്പൊ ഈ ബാർക്കിൽ ഭയങ്കര കൃത്രിമത്വം ആരോപിച്ച് ഏകദേശം 1 മാസം മുമ്പ് മീഡിയ വൺ ബാർക്കിൽ ഞങ്ങളില്ല, ഞങ്ങൾക്ക് ബാർക്കിൽ വിശ്വാസം പറഞ്ഞ് ഇറങ്ങിപ്പോയി. അവർ ഒരു കാരണമായിട്ട് പറയുന്നത്, പണ്ട് ഇപ്പൊ നിലവിൽ NDTV നടത്തുന്നത് അദാനി ഗ്രൂപ്പാണ്. അദാനി ഗ്രൂപ്പ് NDTV ഏറ്റെടുക്കുന്നതിന് മുമ്പ് പ്രണവ് റോയും രാധിക റോയും ഒക്കെ NDTV നടത്തിക്കൊണ്ടിരിക്കുന്ന കാലത്ത് അവർക്കും ബാർക്കിൽ വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ട് അവരും ബാർക്കിൽ നിന്ന് ഇറങ്ങിപ്പോയത്. എന്നാൽ പിന്നീട് അദാനി ഗ്രൂപ്പ് ഏറ്റെടുത്തപ്പോൾ അവർ വീണ്ടും തിരിച്ചു വന്നു. അത് വേറെ കാര്യം. അപ്പൊ ഈ ഈ റവാഡ ചന്ദ്രശേഖരൻ കഴിഞ്ഞ ഒരു 4-5 ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് ഇതിൽ കൃത്യമായ അന്വേഷണം നടത്തും, കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കും എന്ന രീതിയിലൊക്കെ പറഞ്ഞത്. ഇപ്പൊ എന്തായാലും ഇതിൽ പുറത്തു വരുന്ന വിവരങ്ങൾ ഭയങ്കര ഗൗരവപരമാണ്. കോടികൾ ഇതിൽ കൊടുത്തു. റിപ്പോർട്ടർ ചാനൽ ഉടമക്ക് പങ്കുണ്ട്. അവർ 24ന്റെ റേറ്റിംഗ് താഴ്ത്താൻ വേണ്ടി ഇടപെടൽ നടത്തി അതിന് ഇടപാട് ഇങ്ങനെ ആ രീതിയിലുള്ള ഒരു വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എന്തായാലും നമുക്ക് കൂടുതൽ വിവരങ്ങൾ ഇനി വരും ദിവസങ്ങളിൽ അറിയാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. അല്ല, ഇതിനകത്ത് ഈ പറയുന്ന പോലെ വാർത്തയുടെ ആധികാരികതയല്ല ഇപ്പൊ ഇവിടെ നോക്കുന്നത്. ഒരു മത്സര ബുദ്ധിയോടെ ഇതിനെ കാണുന്നതിന്റെ പേരിൽ ഇപ്പൊ ഞാനൊക്കെ ഇന്ത്യ വിഷൻ ചാനലിൽ ജോലി ചെയ്യുന്നതാണ്. അന്നൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ടാം റേറ്റിംഗ് ടെലിവിഷൻ ഓഡിയൻസ് മെഷർമെന്റ് ടാം നിർത്താനുള്ള കാര്യം, ടാം ഇതുപോലെ തന്നെ വിശ്വാസ പ്രശ്നവും ക്രമക്കേടും ഈ അറിയാലോ, അർണാബ് ഗോസ്വാമിയുടെ റിപ്പബ്ലിക് TV നടന്നപ്പോൾ കുറെ ഇടപെടലുകളും ദുരൂഹമായ വലിയ തുക തന്നെ ഈ ബാർക്കിൽ തന്നെ കൊടുക്കണം. ഈ ബാർക്കിൽ വലിയ തുക എന്ന് പറയുന്നത് ഇപ്പോ തുടക്കത്തിൽ എന്നോട് അറിയാമോ എന്ന് ചോദിച്ച വിഷയം അതെനിക്ക് അത് മനസ്സിലാകാതെ പോയതുകൊണ്ടാണ്. അയച്ചാൽ 1ാം സ്ഥാനം നമ്മൾ ചാനൽ ഓൺ ചെയ്യുമ്പോൾ വാർത്താ ചാനൽ 1ാം സ്ഥാനം വരണം, ലാൻഡിംഗ് ചാനൽ. ഈ ലാൻഡിംഗ് ചാനലിൽ തന്നെ 1ാമത്തെ പേര് വരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൈസ വാങ്ങുക, അതൊരു ഭയങ്കര. ഇതിപ്പോ പുതിയൊരു നിയമം നേക്കുന്നത് ഈ നമുക്ക് ഇത്രയും കാലം ഇപ്പൊ 1ാം മീൻസ് ഈ ബാർക്കില് വരുന്നുണ്ടല്ലോ. ഇപ്പൊ ലാൻഡിംഗ് ചാനലിലെ കൂട്ടൂലെന്ന് പറയുന്നുണ്ട്. അങ്ങനെ മിക്ക ചാനലുകൾക്കും അടി കിട്ടും. നമ്മൾ കേരള ഇപ്പൊ ഏറ്റവും കൂടുതൽ കേബിൾ കണക്ഷൻ ഉള്ളത് ACBയും അതുപോലെ കേരള വിഷനുമാണ്. കേരളത്തിന്റെ ഇതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഇപ്പൊ റിപ്പോർട്ടർ കേരള വിഷനിലെ അവരുടെ ലാൻഡിംഗ് ചാനലാണ് 18. അതായത് നമ്മൾ പ്ലഗ് ഇട്ട് സ്വിച്ച് ഇട്ട് ഓൺ ആക്കുമ്പോൾ ആദ്യം വരുന്ന ചാനൽ റിപ്പോർട്ടർ TV അത് ലാൻഡിംഗ് ചാനൽ. അപ്പൊ റേറ്റിംഗിൽ TRP എടുക്കുമ്പോൾ ഈ ലാൻഡിംഗ് ചാനൽ പരിഗണിക്കില്ല എന്നൊരു കൂടി നിയമം വന്നിട്ടുണ്ട്. അത് ഈ അടുത്ത് അതിനെപ്പറ്റി വാർത്തകളൊക്കെ കഴിഞ്ഞ 2-3 ആഴ്ച വെക്കുമ്പോൾ. അങ്ങനെയാണ് ഇപ്പൊ ACB ഇപ്പൊ ഇത്രയും കാലം ഏഷ്യാനെറ്റ് ന്യൂസ് ആയിരുന്നു, അപ്പൊ ഇപ്പൊ മനോരമ ന്യൂസായി. അവർ ലാൻഡിംഗ് ചാനൽ എടുത്തേക്ക്. തീർച്ചയായിട്ടും. പിന്നെ വേറെ കാര്യമുണ്ട്, ഇപ്പൊ 24 ഈ ലാൻഡിംഗ് ചാനൽ വിഷയത്തില്
മറ്റു ചാനലുകളെ കുറ്റപ്പെടുത്തുന്നതിൽ വല്ല അർത്ഥമൊന്നുമില്ല. കാരണം അവർ വന്നപ്പോഴും അവരും കുറെ നാൾ ഈ പറഞ്ഞ പ്രമുഖ നെറ്റ്വർക്കുകളിലൊക്കെ അവർ 1ാം സ്ഥാനം 2ാം സ്ഥാനം ഒക്കെ ആയിരുന്നു. അവരും ലാൻഡിംഗ് പേജ് എടുത്ത ആൾക്കാരൊക്കെ തന്നെയാണ്. അല്ല, അതിനകത്ത് നമുക്ക് ഒന്നുകൂടെ പറഞ്ഞുകൊണ്ട് ഈ സംസാരം അവസാനിപ്പിക്കാം. അതായത് ഒരു വാർത്തയുടെ ആ ഒരു കാമ്പിലും അത് പ്രേക്ഷകർക്ക് ആവശ്യമുള്ളതാണോ എന്നും ഒരു എഡിറ്റോറിയൽ ടീം തീരുമാനിച്ച് അത് നന്നായി പ്രസൻറ്റ് ചെയ്താൽ ഏത് ചാനലായാലും ബാർക്കിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും വാർത്ത നല്ലതാണെങ്കിൽ അതിലേക്ക് ജനം കാണാൻ വരും എന്നൊരു സ്റ്റാൻഡ് എടുത്തിട്ടുള്ള ചാനലുകളുടെ പിറകെ പോയിട്ടുണ്ട്. പിന്നെ ബാർക്കൊന്നും ഒരു മെഷർമെൻ്റ് ഒന്നും അല്ല, ഈ പറയുന്ന പരസ്യം കിട്ടാനൊരു മെഷർമെൻറ്റ് എന്ന് മാത്രമേ ഉള്ളൂ. അതും ഇപ്പോൾ തുഫേൽ പറഞ്ഞ പോലെ നഗരങ്ങളിൽ മാത്രമേ ഉള്ളൂ ഈ കാണുന്ന ചാനൽ ഈ നമ്മൾ റിമോട്ടിൽ പ്രസ് ചെയ്യുന്നതിൻ്റെ പൾസ് ഈ പറയുന്ന മെഷർമെന്റ് ആ ഒരു മെഷീനിലേക്ക് ചെല്ലുന്നതിന്റെ കണക്കൊക്കെ ഞാൻ പറഞ്ഞില്ലേ, പ്രതിവർഷം 50,000 കോടി രൂപയുടെ ബിസിനസ് ആണ് അത് നാഷണൽ ക്ലയൻസിനും അല്ലാതെയുള്ള ക്ലയൻസിനും. അത് അങ്ങനെ ഒരു മെഷർമെന്റ് ഒരു കണക്ക് ആ നാഷണൽ ക്ലയൻസിന് വേണ്ടി വെച്ചത് കൊണ്ടാണ് ഈ ബാർക്കിന്റെ പിറകെ കിടന്ന് ഈ കണ്ട ചാനലുകളൊക്കെ തന്നെ കിടന്ന് മത്സരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നും ഒരു അർത്ഥമുള്ളതായിട്ട് ഒരു നല്ല ഇപ്പം ഞാൻ പറയട്ടെ, നമ്മളിപ്പോൾ വാർത്തകൾ കാണുമ്പോഴത്തേക്ക് എൻ്റെ ടേസ്റ്റ് ചിലപ്പോൾ ഞാൻ ഏഷ്യാനെറ്റ് ന്യൂസ് കാണുമായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് മറ്റൊരു ടേസ്റ്റ് അടുത്ത ദിവസം മാറിയിട്ട് എനിക്ക് റിപ്പോർട്ടർ കാണണമെന്ന് തോന്നും, അല്ലെങ്കിൽ മറ്റൊരു ചാനലിൽ വന്ന് കാണണമെന്ന് തോന്നും. അതിനിപ്പോൾ ഒരു കണക്കുണ്ടാക്കുന്നതും അതിൻ്റെ പിറകെ പോകുന്നു. അതിൻ്റെ പേരിൽ ഈ മത്സരം കാണിക്കുന്നത് ഒരു വല്ലാത്ത ഒരു ആരോഗ്യകരമായ ഒരു മത്സരമാണ്. കാര്യം ഇവിടെ ഇന്ന് ജോലി ചെയ്യുന്ന നാളെ മറ്റൊരിടത്ത് ഈ പറയുന്ന സ്ഥലത്തേക്ക് തന്നെ പോയേക്കാം. അതൊക്കെ ഇവർ മനസ്സിലാക്കിയാൽ ഇവർക്ക് തന്നെ നൽകാം. കാര്യം ഇപ്പം ഇവരുടെ റിപ്പോർട്ടർ ചാനലിൻ്റെ ഒരു മുഖമായിരുന്ന ഉണ്ണി ബാലകൃഷ്ണൻ ഇന്നിപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിലെ ഒരു പ്രമുഖ പ്രോഗ്രാം ചെയ്യുന്ന ഒരാളാണ്. സർജിക്കൽ സ്ട്രൈക്ക്. അതുപോലെ ഏഷ്യാനെറ്റ് ന്യൂസിൽ ഒരു കാലത്ത് വാർത്ത നോൺ പ്രൈം ടൈമിൽ വായിച്ചിരുന്ന സുജയ പാർവതി ഇന്ന് റിപ്പോർട്ടർ ടിവിയിലെ മെയിൻ ആൾക്കാരിൽ ഒരാളാണ്. 24 ന്യൂസിൽ കോർഡിനേറ്ററാണ്. 24 ന്യൂസിലുണ്ടായിരുന്ന ഡോക്ടർ അരുൺകുമാർ ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു മാത്സര്യ ബുദ്ധിയോടെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്നതിൽ ഒരു അർത്ഥമില്ല. നിങ്ങൾ നല്ല വാർത്തകൾ തിരഞ്ഞെടുത്ത് നല്ല വാർത്തകൾ വളരെ അഗ്രസീവായിട്ട് പണിയെടുത്ത് അത് വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിറകെ ജനം ഉണ്ടാകുള്ളൂ. ഇത് വെറുതെ ഒരു സ്വയം വിഡ്ഢികളാകുന്ന, സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്നതിന് തുല്യമാണ് എന്ന് മാത്രമേ ഒരു സാധാരണ പ്രേക്ഷകൻ എന്ന രീതിയിൽ എനിക്ക് തോന്നിയിട്ടുള്ളൂ. പക്ഷേ ഇതിന്റെ തട്ടിപ്പ് തന്നെയാണ്. അത് അന്വേഷിച്ച് പുറത്തു വന്നാൽ പരസ്പരം നാറുക തന്നെ ചെയ്യും ഈ രണ്ടു കൂട്ടരും.